20,000 പേരോളമാണ് ഗവൺമെന്റ് ഇപ്പോൾ റിട്ടയർ ചെയ്യാൻ പോകുന്നത്. അവരുടെ റിട്ടയർമെന്റ് പ്രായം വർദ്ധിപ്പിക്കണം എന്നൊരു ഒരു 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 ചർച്ചയുണ്ട്. ആ ചർച്ച ഒരുപക്ഷെ വളരെ സീരിയസ് ആയിട്ട് തന്നെ കണക്കിലെടുക്കേണ്ട ചർച്ചയാണ്. കാരണം ഡെവലപ്ഡ് വികസിത രാജ്യങ്ങളിലെ പോലെ ആയുർദൈർഘ്യം കൂടിയ സംസ്ഥാനമാണ് കേരളം. പുരുഷന്മാരുടെ ആയുർദൈർഘ്യം 2011 സെൻസസ് അനുസരിച്ചാണ്. 2021 സെൻസസ് നടന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ആയുർദൈർഘ്യം ഇതിനേക്കാൾ ഉയർന്ന് നമുക്ക് കാണാൻ പറ്റിയേനെ. അപ്പോൾ ഈ 2011 സെൻസസ് അനുസരിച്ച് പോലും പുരുഷന്മാരുടെ ആയുർദൈർഘ്യം 74 വയസ്സും പുരുഷന്മാരുടെ ആയുർദൈർഘ്യം 72 വയസ്സും സ്ത്രീകളുടേത് 76 വയസ്സുമാണ്. അങ്ങനെ വരുമ്പോൾ ശരാശരി ആയുർദൈർഘ്യം 74 വയസ്സാണ് കേരളത്തിലെ. അത് ഏകദേശം വികസിത രാജ്യങ്ങളുടേതിനോട് തുല്യമാണ്. അപ്പൊ അങ്ങനെ ആയുർദൈർഘ്യമുള്ള ഒരു സംസ്ഥാനത്ത് പെൻഷൻ 60 വയസ്സിലാക്കുക അല്ലെങ്കിൽ 58 വയസ്സിലാക്കുക എന്ന് പറയുന്നത് ഒരു വലിയ തെറ്റായ തീരുമാനമല്ല. കാരണം റിട്ടയർമെന്റിന് ശേഷം ഈ കേരളത്തിലെ കണക്കനുസരിച്ചാണ് 74 വയസ്സ് വരെ, ശരാശരി 74 വയസ്സ് വരെ നമ്മുടെ ജീവിതം കടന്നു പോവുകയാണ്. അപ്പൊ അത്രയും കാലം നമ്മള് വീട്ടിലിരിക്കുന്നു, നമുക്ക് പെൻഷൻ കിട്ടുന്നു. അപ്പൊ ആ പെൻഷൻ 56 വയസ്സിൽ റിട്ടയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നല്ല പ്രായമാണ്. ആ നല്ല പ്രായത്തിൽ റിട്ടയർ ചെയ്ത് 74 വയസ്സ് വരെ, ഒരു പക്ഷെ ആ 56-നും 56-നും 74-നും ഇടയ്ക്കുള്ള ആ കാലമുണ്ടല്ലോ, വർഷങ്ങളുണ്ടല്ലോ, അത്രയും തന്നെ സർവീസേ കാണുള്ളൂ ഈ വ്യക്തിക്ക്. എന്നിട്ടാണ് അത്ര ദീർഘകാലം പെൻഷൻ മേടിക്കാനായിട്ട് പോകുന്നത്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തില് ഈ 56 വയസ്സിൽ പെൻഷൻ ആവുക എന്നുള്ളത് 58 വയസ്സിലേക്കോ 60 വയസ്സിലേക്കോ, പൊതുവെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും തന്നെ 60 വയസ്സാണ്. ചുരുക്കം ചില സംസ്ഥാനങ്ങളിൽ മാത്രമേ 58 അങ്ങനെയുള്ളൂ. അപ്പൊ ഈ 58ലേക്കോ 60ലേക്കോ കേരളത്തിലെ റിട്ടയർമെന്റ് പ്രായം വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ യുക്തിസഹമാണ്. നമ്മുടെ ധന പ്രതിസന്ധിയുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ. അതേ സമയത്ത് തൊഴിലില്ലാത്ത യുവാക്കൾ അവരുടെ തൊഴിലിനെ അത് ബാധിക്കും എന്ന് പറയുന്നു. നമുക്കറിയാം, ഈ 22,000 പേര് ഈ വർഷം റിട്ടയർ ചെയ്യുന്നു. അവർ 22,000 പേര് ഈ വർഷം റിട്ടയർ ചെയ്യുന്നില്ല എന്ന് വെച്ചോളൂ. 22,000 പേർക്കാണ് തൊഴിൽ കിട്ടേണ്ടത്. അതൊക്കെ അതിനേക്കാൾ കൂടുതൽ പേരെ പുറംവാതിൽ വഴിയും ഒക്കെ ആയിട്ട് തിരികെ കയറ്റിയും അങ്ങനെ പല വിധത്തിലുള്ള തൊഴിൽ അഴിമതി നടക്കുന്ന സംസ്ഥാനത്ത് തൊഴിൽ ലഭിക്കും എന്ന ഒരു പ്രത്യാശയോടുകൂടി റിട്ടയർമെന്റ് പ്രായം വർദ്ധിപ്പിക്കാതിരിക്കുന്നത് തീർച്ചയായിട്ടും യുക്തിസഹമല്ല. തൊഴിൽ സൃഷ്ടിക്കാൻ നാം മറ്റ് മേഖലകൾ കണ്ടെത്തണം. സംരംഭങ്ങളായിട്ട് എല്ലാ തരത്തിലും വേണമെന്നുണ്ടെങ്കിൽ കേരളത്തെ തന്നെ ഒരു ധാരാളം തൊഴിൽ സൃഷ്ടിക്കുവാനുള്ള സൗകര്യങ്ങളുണ്ട്. ഉദാഹരണം ഡിജിറ്റൽ മേഖലകളില്, വിദ്യാഭ്യാസ മേഖലകളില്, അതുപോലെ തന്നെ നാമമാത്ര ചെറുകിട സംരംഭങ്ങളില്. ഉദാഹരണത്തിന് കേരളത്തിലെ ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ, വിവിധ തരം ക്രോപ്പുകൾ, ഈ വിവിധ തരം വിളകളൊക്കെ വാല്യൂ അഡീഷന്, മൂല്യവർദ്ധനവിന് പ്രാപ്തമായ വിളകളാണ്. അങ്ങനെ ആണെങ്കിൽ നമുക്ക് ലോക വിപണി തന്നെ പിടിച്ചെടുക്കാൻ പറ്റും. അത്ര വൈവിധ്യമുള്ള വിളകളാണ് കേരളത്തിലുള്ളത്. പക്ഷെ അതിനൊക്കെ ക്രിയാത്മകമായിട്ട് ചിന്തിക്കാനും ലീഡർഷിപ്പ് കൊടുക്കാനും ഇവിടെ ആൾക്കാർ, എൻജിനീയറിംഗ് ഒക്കെ പാസ്സായി വെറുതെ നടക്കുന്നവരെ തൂത്തുകൂട്ടി ഈ കുടുംബശ്രീ പോലെ എൻജിനീയറിംഗ്കാരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയാൽ തന്നെ ഇങ്ങനെയുള്ള മൈക്രോ സംരംഭങ്ങൾ അത് മാക്രോ സംരംഭങ്ങളായി ക്രമേണ വളർന്നുകൊള്ളും, തൊഴിൽ സൃഷ്ടിച്ചുകൊള്ളും. പക്ഷെ അങ്ങനെയുള്ള കാഴ്ചപ്പാടൊന്നും ആർക്കും തന്നെ മുമ്പോട്ട് വയ്ക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഈ റിട്ടയർമെന്റ് ഏജ് 56-ൽ തന്നെ ഇപ്പോഴും തുടരുന്നത്. അത് സത്യം പറഞ്ഞാല് നികുതി കൊടുക്കുന്ന ജനങ്ങളോടുള്ള ഒരു, അതായത് ഈ 56 വയസ്സിൽ റിട്ടയർ ചെയ്ത് 74 വയസ്സ് വരെ അവർക്ക് പെൻഷൻ കൊടുക്കുക. അതേസമയത്ത് 60 വയസ്സ് വരെ ജോലി ചെയ്തിട്ട് 60 വയസ്സിലാണ് റിട്ടയർ ചെയ്യുന്നതെങ്കിലോ പിന്നെ 14 വർഷം അവർക്ക് പെൻഷൻ കൊടുത്താൽ മതി. അപ്പൊ അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അതൊക്കെ ചർച്ച ചെയ്തിട്ട് വേണം റിട്ടയർമെന്റ് വയസ്സ് വർദ്ധിപ്പിക്കണോ എന്ന് തീരുമാനിക്കുക. എന്തായാലും ഈ 22,000 പേര്, അതില് 15,000 പേര് ഇപ്പോൾ ഈ മാസം തന്നെ റിട്ടയർ ചെയ്യും. അപ്പൊ അങ്ങനെ റിട്ടയർ ചെയ്യുമ്പോഴേക്കും അവരുടെ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് കൊടുക്കാൻ തന്നെ 7,500 കോടി വേണമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്.
അപ്പൊ അതിനൊക്കെ പ്രശ്നമാണ്. അതുപോലെ അവർക്ക് കൊടുക്കേണ്ട റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ആണെങ്കിലോ 15 ലക്ഷം മുതൽ 80 ലക്ഷം വരെ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് കിട്ടേണ്ടവരുണ്ട് എന്നാണ് പറയുന്നത്. ഒരു പക്ഷേ ഈ 1600 രൂപ പിന്നെ കിട്ടേണ്ട സാമൂഹിക സുരക്ഷാ പെൻഷൻകാര് 6 മാസമായിട്ട് അതിന്റെ കുടിശ്ശിക കാത്തിരിക്കുമ്പോൾ റിട്ടയർ ചെയ്യുന്നവർക്ക് 15 ലക്ഷം മുതൽ 80 ലക്ഷം വരെ കിട്ടാനുണ്ടോ എന്ന് അവർ അത്ഭുതം കൂറാൻ സാധ്യതയുണ്ട്. ശരിയാണത്. കാരണം ഇപ്പോഴത്തെ വില നിലവാരം അനുസരിച്ച് ഭക്ഷ്യസാധനങ്ങൾ, അതായത് നമ്മുടെ സിവിൽ സപ്ലൈസ് നമുക്കറിയാം, ഗവൺമെന്റ് ഭരണത്തിൽ വന്നപ്പോൾ 13 ഉൽപ്പന്നങ്ങളുടെ വില പിടിച്ചു നിർത്തും, അത്യാവശ്യ സാധനങ്ങളുടെ എന്ന് പറഞ്ഞു വന്ന ഗവൺമെന്റ് ആണ്. പക്ഷെ ഇപ്പോ 5-6 സാധനങ്ങൾ മാത്രമേ സിവിൽ സപ്ലൈസ് അങ്ങനെ കൊടുക്കുന്നുള്ളൂ. ആ കൊടുക്കുന്ന സാധനങ്ങളുടെ പോലും വിലയില് പിന്നെ 50% മുതൽ 150% വരെ എങ്കിലും അതിനേക്കാൾ കൂടുതൽ വില വർധനവുള്ളതും ഉണ്ട് തീർച്ചയായിട്ടും. ഉള്ളിയൊക്കെ പിന്നെ ഓൾ ഇന്ത്യ തലത്തിൽ തന്നെ വലിയ ഉയർന്ന വിലയാണ്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു സാഹചര്യം. അപ്പൊ ഭക്ഷ്യോൽപ്പന്ന, അതായത് റിസർവ് ബാങ്കിന്റെ ഉപഭോക്തൃ സർവേ അനുസരിച്ച് തന്നെ 4%-നും 6%-നും ഇടയ്ക്ക് ഉപഭോക്തൃ വിലകൾ പിടിച്ചു നിർത്തുമെന്നാണ് മോണിറ്ററി പോളിസി കമ്മിറ്റി ഓരോ പ്രാവശ്യവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്താണ് ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത്? റിസർവ് ബാങ്ക് തന്നെ ചൂണ്ടിക്കാണിക്കുന്നു, ഭക്ഷ്യവിലക്കയറ്റം 8.7%. ആകെ ഉപഭോക്തൃ വില എടുക്കുകയാണെങ്കിൽ 4.83%. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. പക്ഷേ ഭക്ഷ്യവില മാത്രം എടുക്കുമ്പോൾ 8.7%-ലേക്ക് ഭക്ഷ്യവില ഉയർന്നിരിക്കുന്നു. അതായത് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ തീരുമാനമോ ഗവൺമെന്റ് റിസർവ് ബാങ്കിന്റെ തീരുമാനമോ ഒന്നും അനുസരിച്ചല്ല, അതിനേക്കാളൊക്കെ ഒത്തിരി ഉയരത്തിലേക്ക് പോയിരിക്കണം. അപ്പം അതിന്റെ വിക്ടിംസ് ആരാണെന്ന് നമ്മൾ ഓർക്കണം. ഇവിടെ 58 ലക്ഷം പേർക്ക് സാമൂഹിക സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നു എന്നാണ് ഗവൺമെന്റ് പറയുന്നത്. ആ 58 ലക്ഷം പേരാണ് പാവങ്ങൾ. അവർക്ക് റേഷൻ അരി കിട്ടുന്നുണ്ടാകാം, ഗോതമ്പ് കിട്ടുന്നുണ്ടാകാം, ചില പയറുവർഗ്ഗങ്ങളിൽ ചിലപ്പോൾ നാമമാത്രമായിട്ട് കിട്ടുന്നുണ്ടാകും. പക്ഷെ ബാക്കി എല്ലാ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും ഈ ഉയർന്ന വിലയ്ക്ക്, അത് കേരളത്തിലെ ഈ ഓൾ ഇന്ത്യ തലത്തിലെ വിലയാണ് RBI പറഞ്ഞത്, കേരളത്തിൽ എല്ലാത്തിനും അതിനേക്കാൾ ഉയർന്ന വിലയായിരിക്കും. അത് മാത്രവുമാണോ? ഇപ്പോ ഈ അടുത്ത സമയത്ത് സ്റ്റാറ്റിസ്റ്റിക്കൽ വകുപ്പിന്റെ, ഓൾ ഇന്ത്യ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷന്റെ പിന്നെ എംപ്ലോയ്മെന്റ് സർവേ റിപ്പോർട്ട് വന്നിരിക്കുന്ന അനുസരിച്ച് ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ഉള്ള സംസ്ഥാനം ജമ്മു കാശ്മീറാണ്, 2ാമത്തെ സ്ഥാനം കേരളത്തിനാണ്. അപ്പൊ അങ്ങനെ ഉയർന്ന തൊഴിലില്ലായ്മ നിരക്ക്, അതിനേക്കാളും ഉപരിയായിട്ട് ഭക്ഷ്യവിലക്കയറ്റം, ഇതുകൊണ്ടൊക്കെ വലയുന്ന സംസ്ഥാനത്ത് ഈ 1600 രൂപ പെൻഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ സർവ്വസാധാരണക്കാരായ LDF ഗവൺമെന്റ് തന്നെ പറയുന്നത് പോലെ 58 ലക്ഷം പേര്, ആ 58 ലക്ഷം പേർക്ക് ഈ പെൻഷൻ അത്യാവശ്യമായിട്ടും കൊടുക്കേണ്ടതാണ്. അപ്പൊ റിട്ടയറീസിന് കിട്ടേണ്ട 15 ലക്ഷം മുതൽ 80 ലക്ഷം വരെയോ അതൊരു പക്ഷെ കുടിശ്ശിക കിടന്നു എന്ന് വിചാരിച്ചുകൊണ്ട് അത്ര വലിയ അപരാധമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് 4-5 ഗഡുക്കളായിട്ട് കൊടുത്താൽ ഒരു അപകടവുമില്ല. അവർക്കും പല പ്ലാൻസ് കാണും, അവരുടെ മക്കളെ കെട്ടിക്കുക, അല്ലെങ്കിൽ അങ്ങനെ നിരവധി പ്ലാൻസ് കാണും ഈ റിട്ടയർ ചെയ്യുന്നവർക്ക്. പക്ഷേ അതിനേക്കാളും ഒക്കെ പ്രധാനമാണ്, വയറിന്റെ പ്രശ്നമാണ് ഈ 1600 രൂപ പെൻഷൻ കിട്ടുന്നവർക്ക്. അതായത് നമുക്കറിയാം, ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് പഠനങ്ങളുണ്ട്. വാർദ്ധക്യം പ്രശ്നങ്ങളില്ലാതെ, ആർക്കും ഭാരമില്ലാതെ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയണമെങ്കിൽ, അതായത് ആർക്കും പ്രശ്നമാകാതെ ഒരു മനുഷ്യൻ വാർദ്ധക്യത്തില്, ഒരു സ്ത്രീയോ പുരുഷനോ 74, 76, 80 വയസ്സ് വരെ ജീവിച്ചു പോകാൻ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. എങ്ങനെയാണെങ്കിൽ ആരോഗ്യകരമായ ഭക്ഷണവും വ്യായാമവും ഉണ്ടെങ്കിൽ. എന്താണ് ഈ ആരോഗ്യകരമായ ഭക്ഷണം എന്ന് പറയുന്നത്? ആരോഗ്യകരമായ ഭക്ഷണം എന്ന് പറയുന്നത് ആവശ്യത്തിന് പ്രോട്ടീൻസും അതുപോലെ തന്നെ വൈറ്റമിൻസും എല്ലാം അടങ്ങുന്ന സമീകൃത ആഹാരം. അങ്ങനെ ആഹാരത്തെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ 1600 രൂപ പെൻഷൻ 60+ അവരെയാണല്ലോ നമ്മൾ ഈ മുതിർന്ന പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അവരുടെയാണ് ഞാനിപ്പോ തൊട്ട് പറഞ്ഞ, അതായത് എല്ലാ ജെറിയാട്രിക് സയന്റിസ്റ്റുകളും പറയുന്ന ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ആരോഗ്യകരമായ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഈ 60+ പോപ്പുലേഷന്റെ ആരോഗ്യകരമായ ഭക്ഷണം, അവർക്കത് കഴിക്കാൻ പറ്റണമെങ്കിൽ ഈ 1600 രൂപയുടെ മറ്റ് ജെറിയാട്രിക് സെന്ററുകളോ അല്ലെങ്കിൽ വ്യായാമ മുറകൾ നടത്തുന്ന സ്ഥലങ്ങളോ ഒക്കെ ഇല്ലാതെ പോട്ടെ, എങ്കിലും സാരമില്ല. അതിനേക്കാളൊക്കെ പ്രധാനമാണ് ആരോഗ്യപൂർണമായ ഭക്ഷണം. ആ ഭക്ഷണക്രമത്തിൽ മാറ്റം വരാതിരിക്കണമെങ്കിൽ ഈ 1600 രൂപ അവർക്ക് കിട്ടണം.
അപ്പൊ അതിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം ഗവൺമെന്റ് എന്നാണ് എന്റെ അഭിപ്രായം. ഏതായാലും ഈ പ്രശ്നങ്ങളെല്ലാം, അതായത് ഇന്നല്ലെങ്കിൽ നാളെ റിട്ടയർ ചെയ്യുന്നവരുടെ ബെനിഫിറ്റ്സ് കൊടുക്കണം. അപ്പൊ നമ്മുടെ ധനപ്രതിസന്ധി എങ്ങനെ, അതായത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ 788 കോടി എത്രയും വേഗം, അതിനാണ് ഞാൻ ഈ കണക്ക് പറഞ്ഞത്. ഓൾ ഇന്ത്യ തലത്തില് പെട്രോളിയം കമ്പനികൾ ഉണ്ടാക്കിയ ലാഭം 80,986 കോടിയാണ് എന്ന കണക്ക് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് തന്നെ അതിനു വേണ്ടിയാണ്. അവരിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ള 788 കോടി എത്രയും വേഗം വാങ്ങിയെടുക്കാനായിട്ട് ധനവകുപ്പിലുള്ളവരോ നികുതി വകുപ്പിലുള്ളവരോ ആരാണെന്ന് വെച്ചാൽ വേണ്ടതുപോലെ ശ്രമിക്കുക, അങ്ങനെ അത് വാങ്ങിയെടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ധനസമാഹരണത്തിലെ പഴുതുകൾ അടച്ച് ധനസമാഹരണം കാര്യക്ഷമമാക്കുക. അതായത് നികുതി വരുമാനത്തിലും നികുതിയേതര വരുമാനത്തിനുമുള്ള വിടവുകൾ അടച്ച് കാര്യക്ഷമമായി ഖജനാവ് നിറയ്ക്കണം. ഇനിയുള്ള 2 വർഷം കൊണ്ട് ഈ ധനപ്രതിസന്ധിക്ക് കടിഞ്ഞാണിട്ട് ധനസമാഹരണം കാര്യക്ഷമമായി വർദ്ധിപ്പിച്ച് സമ്പദ്ഘടനയെ നോർമലാക്കി നിർത്തി തന്നെ അടുത്ത ഇലക്ഷനിലേക്ക് പോകും എന്ന ദൃഢവ്രതവുമായി കാര്യക്ഷമത എന്ന നെടുംതൂൺ കയ്യിൽ പിടിച്ച് മുന്നേറണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്.